കേരളത്തിലെ സമ്പന്നരായിട്ടുള്ള 35 ആളുകൾ. അതെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളികളായ 35 കോടീശ്വരന്മാരെയാണ്. അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. 35-ാമതായിട്ട് വരുന്നത് മഞ്ജു വാര്യർ. മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ ആണ് ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത്. മോളിവുഡിലെ ഏറ്റവും സമ്പത്തുള്ള, ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടി എന്ന പേരിലും ഇവരെ ഇന്നറിയപ്പെടുന്നു. 142 കോടി രൂപയോളമാണ് ഇന്നത്തെ മഞ്ജു വാര്യറുടെ ആസ്തി എന്ന് പറയുന്നത്. 34-ാമതായിട്ട് വരുന്നത് നിവിൻ പോളി. മലയാള സിനിമയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിൽ ഒരാളും നിർമ്മാതാവും ഒക്കെയാണ് ഇന്ന് നിവിൻ പോളി. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് തന്റേതായ ഒരു സ്ഥാനം ഇന്ന് മലയാള സിനിമയിൽ കെട്ടിപ്പടുത്തു. ഏകദേശം നിലവിലെ നിവിൻ പോളിയുടെ ആസ്തി എന്ന് പറയുന്നത് 200 കോടി രൂപയോളമാണ്. 33-ാമതായിട്ട് വരുന്നത് മമ്മൂട്ടി. മലയാള സിനിമയിലെ താരനടന്മാരിൽ ഒരാളായ മമ്മൂക്കയാണ് ഈ ലിസ്റ്റിൽ 33-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു നിർമ്മാതാവ്, ബിസിനസ്സുകാരനൊക്കെയാണ്. നിലവിലെ മമ്മൂട്ടിയുടെ ആസ്തി എന്ന് പറയുന്നത് 350 കോടി രൂപയോളമാണ്. 32-ാമതായിട്ട് വരുന്നത് മോഹൻലാൽ. മോളിവുഡ് സിനിമയിലെ മറ്റൊരു താരനടനാണ് മോഹൻലാൽ. മലയാള സിനിമ ഇൻഡസ്ട്രിയെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയതിൽ ഇദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഏകദേശം 450 കോടി രൂപയോളമാണ് ഇന്നത്തെ ലാലേട്ടന്റെ ആസ്തി എന്ന് പറയുന്നത്. 31-ാമതായിട്ട് വരുന്നത് ബീന കണ്ണൻ. കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള സ്ത്രീകളിൽ ഇവരെ നിങ്ങൾക്ക് 2ാമത്തെ സ്ഥാനത്ത് കാണാനാകും. കേരളത്തിലെ ഏറ്റവും വലിയ കാഞ്ചീപുരം പട്ടിന്റെ ഉടമസ്ഥരായ ഷീമാട്ടി ടെക്സ്റ്റൈൽസിന്റെ ഡിസൈനറും സിഒയും ഒക്കെയാണ് നിലവിൽ ഇവര്. ഏകദേശം 500 കോടി രൂപയോളമാണ് ഇന്നത്തെ ബീന കണ്ണന്റെ ആസ്തി എന്ന് പറയുന്നത്. 30-ാമതായിട്ട് വരുന്നത് ദിലീപ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും സമ്പന്നനായ നടനും ബിസിനസ്സുകാരനും നിർമ്മാതാവുമായ ദിലീപാണ് ഈ ലിസ്റ്റിൽ 30-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇദ്ദേഹത്തിന്റെ ആസ്തി പറയുകയാണെങ്കിൽ ഏകദേശം 600 കോടി രൂപയോളമാണ്. 29-ാമതായിട്ട് വരുന്നത് ബോബി ചെമ്മണ്ണൂർ. ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ ഇന്ന് ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ ഏകദേശം 750 കോടി രൂപയോളമാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അഥവാ ബോബി ഗ്രൂപ്പിന്റെ ചെയർമാനായും മാനേജിംഗ് ഡയറക്ടറായും ബോബി ഇന്ന് പ്രവർത്തിക്കുന്നു. 28-ാമതായിട്ട് വരുന്നത് സാബു എം ജേക്കബ്. ലോകത്തിലെ 2ാമത്തെ വലിയ കുട്ടികളുടെ വസ്ത്രനിർമ്മാണ കമ്പനിയായ അന്ന കിറ്റസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഇന്ന് സാബു എം ജേക്കബ്. നിലവിലെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 1100 കോടി രൂപയോളമാണ്. 27-ാമതായിട്ട് വരുന്നത് വി നൌഷാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റൈലിഷ് ചെരുപ്പ് നിർമ്മാണ കമ്പനികളിൽ ഒന്നായ വാൾക്കറു ഇന്റർനാഷണലിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് വി നൌഷാദ്. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 1250 കോടി രൂപയോളമാണ്. 26-ാമതായിട്ട് വരുന്നത് ഡോക്ടർ വി ഹരീന്ദ്രൻ നായർ. നമ്മളെല്ലാം ഒരു തവണയെങ്കിലും പങ്കജ കസ്തൂരിയുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാകും. 1988-ൽ തിരുവനന്തപുരത്ത് ചെറിയൊരു ആയുർവേദിക് കമ്പനി ആരംഭിച്ച വി ഹരീന്ദ്രൻ നായരുടെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് 1300 കോടി രൂപയോളമാണ്. 25-ാമതായിട്ട് വരുന്നത് ME മീരൻ. കേരളത്തിലെ ഏറ്റവും വലിയ കറി പൗഡർ കമ്പനിയായ ഈസ്റ്റേൺ കോണ്ടിമെന്റ്സിന്റെ സ്ഥാപകനാണ് ME മീരൻ. 1983-ൽ ആരംഭിച്ച ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് 1500 കോടി രൂപ വിറ്റുവരവുള്ള വലിയൊരു കമ്പനിയാണ്. 24-ാമതായിട്ട് വരുന്നത് ടോണി ജോസ്. കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറികളിൽ ഒന്നായ ജോസ്കോ ജ്വല്ലേഴ്സിന്റെ നിലവിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഇദ്ദേഹം. ടോണി ജോസിന്റെ ഇന്നത്തെ ആസ്തി 2000 കോടി രൂപയാണ്. 23-ാമതായിട്ട് വരുന്നത് കല്ലിയത്ത് ഗ്രൂപ്പ്. ഇവരെ വേഗത്തിൽ അറിയണമെങ്കിൽ കൈരളി TMT അഥവാ കൈരളി സ്റ്റീൽസ് ആൻഡ് അലോയി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകരാണ് ഇവര്. ഇന്നത്തെ കല്ലിയത്ത് ഗ്രൂപ്പിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 2100 കോടി രൂപയോളമാണ്. 22-ാമതായിട്ട് വരുന്നത് VKC മുഹമ്മദ് കോയ. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെരുപ്പ് നിർമ്മാണ കമ്പനികളിൽ ഒന്നായ VKC ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് നിലവിൽ ഇദ്ദേഹം. ഏകദേശം 2150 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത സമ്പത്ത് എന്ന് പറയുന്നത്. 21-ാമതായിട്ട് വരുന്നത് സിന്തൈറ്റ് ഗ്രൂപ്പ്.
കൊല്ലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മുൻനിര സുഗന്ധ വ്യഞ്ജനങ്ങൾ, എണ്ണകൾ, ഒലിയോ റെസിനുകൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് സിന്തൈറ്റ്. നിലവിലെ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 4000 കോടി രൂപയോളമാണ്. 20ാമതായിട്ട് വരുന്നത് ഡോക്ടർ ബി ഗോവിന്ദൻ. ഭീമ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ബി ഗോവിന്ദൻ ആണ് ഈ ലിസ്റ്റിൽ 20ാമത്തെ സ്ഥാനത്തുള്ളത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ 5100 കോടി രൂപയോളമാണ്. 19ാമതായിട്ട് വരുന്നത് വി പി നന്ദകുമാർ. കേരളത്തിലെ 2ാമത്തെ വലിയ ബാങ്ക് അല്ലാത്ത സ്വർണ്ണ വായ്പ നൽകുന്ന കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ്. ഇതിന്റെ നിലവിലത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വി പി നന്ദകുമാറിന്റെ ഇന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് 7800 കോടി രൂപയോളമാണ്. 18ാമതായിട്ട് വരുന്നത് കെ എം മാമൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന ടയർ നിർമ്മാണ കമ്പനിയായ MRF ഗ്രൂപ്പിന്റെ നിലവിലത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം. MRF ഒരു കേരള ബേസ്ഡ് കമ്പനി അല്ലെങ്കിലും ഇദ്ദേഹം കേരളത്തിലെ സമ്പന്നരായ ഒരാളാണ്. ഏകദേശം 9200 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. 17ാമതായിട്ട് വരുന്നത് MP അഹമ്മദ്. മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഇന്ന് MP അഹമ്മദ്. 1993 വെറും 200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു കടയിൽ നിന്നും ആഭരണ കച്ചവടം ആരംഭിച്ച ഇന്നത്തെ MP അഹമ്മദിന്റെ വ്യക്തിഗത സമ്പത്ത് എന്ന് പറയുന്നത് 9500 കോടി രൂപയോളമാണ്. 16ാമതായിട്ട് വരുന്നത് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വോൾട്ടേജ് സ്റ്റെബിലൈസർ കമ്പനിയായ വിഗാർഡ് ഇൻഡസ്ട്രീസിന്റെയും വണ്ടർല ഹോളിഡേയ്സിന്റെയും വീഗലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും വി സ്റ്റാറിന്റെയും ഒക്കെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം. ഒരു ബിസിനസ്സുകാരനപ്പുറം ഇന്ന് ചിറ്റിലപ്പള്ളി വലിയൊരു ഫിലോന്ത്രപ്പിസ്റ്റ് കൂടിയാണ്. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 11,000 കോടി രൂപയോളമാണ്. 15ാമതായിട്ട് വരുന്നത് MP രാമചന്ദ്രൻ. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഉജാലയുടെ നിർമ്മാതാക്കളായ ജ്യോതി ലബോറട്ടറീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഏകദേശം 16,000 കോടി രൂപയോളമാണ് ഇന്നത്തെ MP രാമചന്ദ്രന്റെ ആസ്തി എന്ന് പറയുന്നത്. 14ാമതായിട്ട് വരുന്നത് SD ഷിബുലാൽ. IT സോഫ്റ്റ്വെയർ കൺസൾട്ടിംഗ് കമ്പനികളിൽ ഒന്നായ ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഇദ്ദേഹം. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 18,000 കോടി രൂപയോളമാണ്. 13ാമതായിട്ട് വരുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ. കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയിനുകളിൽ ഒന്നായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം. ഏകദേശം 19,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ആസാദ് മൂപ്പന്റെ വ്യക്തിഗത സമ്പത്ത് എന്ന് പറയുന്നത്. 12ാമതായിട്ട് വരുന്നത് ഡോക്ടർ ഷംഷീർ വയലിൽ. ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള ഡോക്ടർ ആരാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ പേര് കാണാനാകും. VPS ഹെൽത്ത് കെയറിന്റെയും ബുർജൽ ഹോൾഡിംഗിന്റെയും സ്ഥാപകനായ ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് 20,000 കോടി രൂപയോളമാണ്. 11ാമതായിട്ട് വരുന്നത് AM ഗോപാലൻ. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് നിലവിൽ ഇദ്ദേഹം. ഫിലിം പ്രൊഡക്ഷൻ, എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്, ചിട്ടി ഫിനാൻസ് എന്നീ മേഖലയിലെല്ലാം ബിസിനസ് ഉള്ള ഇന്നത്തെ AM ഗോപാലന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 20,500 കോടി രൂപയോളമാണ്. 10ാമതായിട്ട് വരുന്നത് ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് അല്ലാത്ത ഫിനാൻസ് കമ്പനിയായ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഏകദേശം 23,500 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. 9ാമതായിട്ട് വരുന്നത് ജോർജ് ജേക്കബ് മുത്തൂറ്റ്. മുമ്പ് പറഞ്ഞ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ നിലവിലത്തെ ചെയർമാനാണ് ഇദ്ദേഹം. ഏകദേശം ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 25,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ജോർജ് ജേക്കബ് മുത്തൂറ്റിന്റെ വ്യക്തിഗത സമ്പത്ത് എന്ന് പറയുന്നത്. 8ാമതായിട്ട് വരുന്നത് സാറ ജോർജ് മുത്തൂറ്റ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് ഇവരുടെ പേര് 1ാമതായി കാണാൻ സാധിക്കും. ജോർജ് സ്കൂളിന്റെയും പോൾ ജോർജ് ഗ്ലോബൽ സ്കൂളിന്റെയും ഡയറക്ടർ ആയിക്കൊണ്ട് ഇവർ ഇന്ന് പ്രവർത്തിക്കുന്നു. ഏകദേശം 26,100 കോടി രൂപയോളമാണ് ഇന്നത്തെ സാറ ജോർജ് മുത്തൂറ്റിന്റെ ആസ്തി എന്ന് പറയുന്നത്. 7ാമതായിട്ട് വരുന്നത് PNC മേനോൻ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒന്നായ ശോഭ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് പാലക്കാട്ടുകാരനായ മേനോൻ. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 31,000 കോടി രൂപയോളമാണ്. 6ാമതായിട്ട് വരുന്നത് TS കല്യാണരാമൻ. ഇന്ത്യയിലെ വിപണി മൂല്യം അനുസരിച്ച് 2ാമത്തെ വലിയ ഗോൾഡ് ജ്വല്ലറിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. ഇതിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമന്റെ ഇന്നത്തെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 34,000 കോടി രൂപയോളമാണ്. 5ാമതായിട്ട് വരുന്നത് രവി പിള്ള. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായ RP ഗ്രൂപ്പ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഏകദേശം 38,000
1100 കോടി രൂപയോളമാണ് ഇന്നത്തെ രവി പിള്ളയുടെ ആസ്തി എന്ന് പറയുന്നത്. നാലാമതായിട്ട് വരുന്നത് ക്രിസ് ഗോപാലകൃഷ്ണൻ. മുമ്പ് പറഞ്ഞ IT കൺസൾട്ടിംഗ് കമ്പനിയായ ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ മറ്റൊരാളാണ് ഇദ്ദേഹം. ഏകദേശം 41,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ക്രിസ് ഗോപാലകൃഷ്ണന്റെ ആസ്തി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് സണ്ണി വർക്കി. ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ചെയർമാനും വലിയൊരു ഫിലോന്ത്രപ്പിസ്റ്റ് കൂടിയാണ് ഇന്ന് സണ്ണി വർക്കി. നിലവിലെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം 43,000 കോടി രൂപയോളമാണ്. രണ്ടാമതായിട്ട് വരുന്നത് ജോയ് ആലുക്കാസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ചെയിനായ ജോയ് ആലുക്കാസ് ജ്വല്ലറികളുടെ സ്ഥാപകനും ചെയർമാനുമായ ഇദ്ദേഹത്തിന്റെ നിലവിലെ സമ്പത്ത് എന്ന് പറയുന്നത് ഏറെക്കുറെ 64,000 കോടി രൂപയോളമാണ്. ഒന്നാമതായിട്ട് വരുന്നത് MA യൂസഫ് അലി. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ഏറ്റവും ധനികനായ മലയാളി ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിയാണ്. ഏകദേശം 68,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.